എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കറിയാം ഇപ്പോൾ സോഷ്യൽ മീഡിയ തുറക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെ നോക്കിയാലും ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം, യൂട്യൂബ് എവിടെ നോക്കിയാലും മഞ്ജു പിള്ളേരുടെ മകളെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള കുറേ എണ്ണങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. സംഭവം എന്താണെന്ന് നിങ്ങൾക്കറിയാലോ. നമ്മുടെ ഷെഫീന ബീവി, യൂട്യൂബറായിട്ടുള്ള ഷെഫീന ബീവി മഞ്ജു പിള്ളയുടെ മകളുടെ വസ്ത്രധാരണത്തെക്കുറിച്ച് പ്രതികരിച്ചൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതാണ് ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയയിലെ ചർച്ചാ വിഷയം. ഞാൻ ഇതിന് മുന്നേയും വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലൊക്കെ ഞാൻ പറയുന്നുണ്ട് ഷെഫീന ബീവിയുടെ പ്രതികരണം അത് വളരെ മോശമായി പോയി. പക്ഷേ ആ പെൺകുട്ടിയുടെ വസ്ത്രധാരണം നല്ലതായിരുന്നോ? അതിനെ സപ്പോർട്ട് ചെയ്യാൻ കഴിയത്തില്ല. ഇവിടെ ഷെഫീന ബീവി പറഞ്ഞതും അവരുടെ പ്രതികരണവും തെറ്റായിപ്പോയി. ഈ പറയുന്ന മഞ്ജു പിള്ളയുടെ മകളുടെ വസ്ത്രധാരണം ശരിയായിരുന്നു, അതും ശരിയല്ലായിരുന്നു. പക്ഷേ കുറേ എണ്ണങ്ങൾ ഇപ്പോൾ വന്നിട്ട് ഷെഫീന ബീവി എന്തോ വലിയ സംഭവം ചെയ്ത കണക്കാണ് അവരെക്കുറിച്ച്, പ്രത്യേകിച്ച് ഇൻസ്റ്റഗ്രാമിലാണ് കേട്ടോ കുറേ പൂക്കി പെമ്പിള്ളേരും പയ്യന്മാരും ഇറങ്ങിയിട്ടുണ്ട്. ഷെഫീന ബീവിക്കെതിരെ വന്നിരുന്ന ഭയങ്കര പ്രസംഗമാണ് കേട്ടോ. അതായത് ഈ പറയുന്ന മഞ്ജു പിള്ളയുടെ മകളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട്. ഞാൻ പറയുന്നുണ്ടല്ലോ ഷെഫീന ബീവി ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പെങ്കൊച്ചിൻ്റെ വസ്ത്രധാരണം, അതിൻ്റെ അവരുടെ ഒരു പ്രതികരണം അത് വളരെ വൃത്തികെട്ട രീതിയിലാണ് അവർ പറഞ്ഞത്. അതിനെ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ ഞാനുമൊക്കെ എൻ്റെ യൂട്യൂബ് ചാനലിൽ ഒരുപാട് പ്രതികരിച്ചിട്ടുണ്ട്. ഇതുപോലെ മോഡേൺ ഡ്രസ്സ്, അതായത് ഇമാതിരി പേക്കോലങ്ങൾ കാണിച്ച് സോഷ്യൽ മീഡിയയിൽ വീഡിയോസ് ചെയ്യുന്ന ഒരുപാട് എണ്ണങ്ങൾക്കെതിരെ നമ്മളും പ്രതികരിച്ചിട്ടുണ്ട്, മാന്യമായിട്ടുള്ള രീതിയിൽ. അല്ലാതെ ഇതുപോലെ വന്നിരുന്നിട്ട് ഒരാളെ അങ്ങ് വല്ലാത്ത രീതിയിൽ അധിക്ഷേപിക്കുന്ന രീതിയിൽ നമ്മളും പ്രതികരിച്ചിട്ടില്ല. പക്ഷേ എന്ന് കരുതിയിട്ട് ഇവിടെ എന്തോ വലിയ സംഭവം പോലെ എവിടെ നോക്കിയാലും ഷെഫീന ബീവി പറഞ്ഞ ആ ഒരു കുറച്ച് വേർഡ്സ് ഉണ്ട്. അതായത് അവർ പറഞ്ഞ അവരുടെ കയ്യിൽ നിന്ന് പോയ കുറച്ച് വേർഡ്സ് ഉണ്ട്. അതായത് ബസ്സിൽ കയറിപ്പോയി നിൽക്ക് നീ, അങ്ങനെയൊക്കെ പറയുന്ന ആ ഒരു ഡയലോഗ് എടുത്ത് വെച്ചിട്ട് കുറേ എണ്ണങ്ങൾ അങ്ങ് വന്നിരുന്നു. ഭയങ്കര ഡയലോഗ് അടിയാണ് കേട്ടോ. അപ്പോൾ ഷെഫീന ബീവിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ സംസാര രീതി കുറച്ചൊരു അവരങ്ങനെയാണ്, എന്തും വെട്ടി തുറന്ന് പറയുന്ന ഒരു ടൈപ്പാണ്. അതുകൊണ്ട് തന്നെ അവരെ ആർക്കും അത്ര ഇഷ്ടമല്ല. പല ആൾക്കാരും ഇപ്പോൾ പല വീഡിയോസിനും താഴെ ഈ ഷെഫീന ബീവിയെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് ഞാൻ കണ്ടു. അവർ തെറി പറയുന്നതാണ്, അങ്ങനെ എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് കുറേ കമൻറ്റുകൾ കണ്ടു. എന്നാൽ ഈ പറയുന്ന മഞ്ജു പിള്ളയുടെ മകൾക്കെതിരായിട്ടുള്ള ഒരുപാട് കമൻറ്റുകൾ കണ്ടു. ഷെഫീന ബീവിയെ ഫുൾ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരുപാട് കമൻറ്റുകൾ, ഞാൻ ആ കമൻറ്റുകൾ നിങ്ങൾക്കിവിടെ കാണിച്ചു തരാം. കാരണം ഇവിടെ ഈ രണ്ട് കൂട്ടരും ചെയ്തത് ശരിയല്ല. നമുക്ക് വിമർശിക്കാം മാന്യമായിട്ടുള്ള രീതിയിൽ, അല്ലേ? മാന്യമായിട്ടുള്ള രീതിയിൽ നമുക്ക് നമ്മുടെ അഭിപ്രായം പറയാം. അല്ലാതെ വ്യക്തി അധിക്ഷേപം, അത് ഒരുമാതിരി വൃത്തികെട്ട രീതിയിലുള്ള പ്രതികരണം, അത് തെറ്റാണ്. അതിപ്പോൾ ഷെഫീന ബീവി തന്നെ അംഗീകരിച്ച കാര്യമാണ്. അതിനിപ്പോൾ എന്താ ചെയ്യാൻ പറ്റുക? ഇപ്പോൾ മഞ്ജു പിള്ളയും അല്ലെ അവരുടെ മകൾക്കും പരാതി കൊടുക്കുക, അല്ലേ? പരാതി കൊടുത്തിട്ട് അതിനുള്ള ഒരു നടപടി എന്താണെന്ന് വെച്ചാൽ എടുക്കട്ടെ. അല്ലാതെ സോഷ്യൽ മീഡിയയിലെ കുറേ എണ്ണങ്ങൾ അങ്ങ് വന്നിരുന്നിട്ട് ഷെഫീന ബീവിയെ തൂക്കിക്കൊല്ലണം എന്നുള്ള രീതിയിലാണ് വന്നിരുന്ന് പ്രതികരിക്കുന്നത്. അയ്യോ കഷ്ടം തന്നെ. കൂടുതലും ഇവിടെ ഉള്ള ഇപ്പോഴത്തെ പൂക്കി പെമ്പിള്ളേർക്കും ആമ്പിള്ളേർക്കൊക്കെ വേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ തന്നെയാണ്. ഇമാതിരി വേഷം കെട്ട് കാണിച്ച് പുറത്തേക്ക് ഇറങ്ങണം. അതിനെ ആരും ഒന്നും പറയാൻ പാടില്ല. വസ്ത്ര സ്വാതന്ത്ര്യം വേണം. വസ്ത്ര സ്വാതന്ത്ര്യത്തിൻ്റെ പേരിൽ അവിടെ ഇവിടെയും കുറച്ച് തുണി ചുറ്റി ഇറങ്ങണം, പുറത്തേക്ക് പബ്ലിക്കിലേക്ക് ഇറങ്ങണം. അങ്ങനെയൊക്കെ ഇറങ്ങിയാലേ സോഷ്യൽ മീഡിയയിലാണേലും റീച്ചുള്ളൂ. അതിന് വേണ്ടിയിട്ട് കുറേ എണ്ണങ്ങൾ അങ്ങോട്ട് ഈ ഒരു വിഷയം പൊക്കി പിടിച്ചുകൊണ്ട് ഇറങ്ങുന്നുണ്ട്. പിന്നെ ഈ പറയുന്ന ഷെഫീന ബീവിയെ വെറുക്കുന്ന ഇതൊരു ആയുധമാക്കിക്കൊണ്ട് പല ആൾക്കാരും ഇവരുടെ വീഡിയോസ് അല്ലെ ഇവരെ വെറുക്കുന്ന ഇതൊരു ആയുധമാക്കിക്കൊണ്ട് അവരെ തകർക്കാൻ വേണ്ടിയിട്ടും കുറേ എണ്ണങ്ങൾ ഇറങ്ങി തിരിച്ചിട്ടുണ്ട്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഷെഫീന ബീവി ആ പ്രതികരിച്ച രീതിയോടെ എനിക്ക് എതിർപ്പാണെങ്കിലും അവർ ഉദ്ദേശിച്ചത് ആ പെൺകുട്ടിയുടെ വസ്ത്രധാരണമാണ്. എന്തുവാ അത് വളരെ മോശം എന്ന് വെച്ചാൽ വളരെ മോശമായിട്ടുള്ള ഒരു വസ്ത്രധാരണമായിട്ടാണ് എനിക്കും തോന്നിയത്. ഞാനും ആ പെൺകുച്ചിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല. മഞ്ജു പിള്ളയുടെ മകളാണ്, അല്ലെ വലിയ നടിയുടെ മകളാണെന്ന് പറഞ്ഞ് കാണിച്ചാൽ ആരാണെങ്കിലും പറയും, മാന്യമായിട്ടുള്ള രീതിയിൽ പറയണം. ഇവിടെ പല ആൾക്കാരും ഇത് മഞ്ജു പിള്ളയുടെ മകളല്ലേ, അയ്യോ അപ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്യണ്ടേ? ആ പെൺകുച്ചിൻ്റെ വേഷം കൊള്ളത്തില്ല എങ്കിൽ പോലും ഇവിടെ മഞ്ജു പിള്ളയുടെ മകളായതുകൊണ്ട് എല്ലാവരും ഭയങ്കര സപ്പോർട്ടാണ്. ഇതേ രീതിയിൽ നമുക്കറിയാം രേണുസുധീനെയൊക്കെ ഒരുപാട് ആൾക്കാർ വിമർശിച്ചിട്ടുണ്ട്, തേറി വരെ പറഞ്ഞിട്ടുണ്ട്. രേണു ഇതുപോലെയൊക്കെ മോഡേൺ ലുക്കിലൊക്കെ വന്നു കഴിഞ്ഞാൽ ആൾക്കാർ വന്നിരുന്ന് പൂരെ തെറി പറയും, ബാഡ് കമൻ്റ് ഇടും, പ്രതികരിക്കും. പക്ഷേ ഇവിടെ മഞ്ജു പിള്ളയുടെ മകളല്ലേ, അയ്യോ അവരെക്കുറിച്ചൊക്കെ ഒന്നും പറയാൻ പാടില്ല. പക്ഷെ രേണുവിനെയൊക്കെ എന്തും പറയാം. ആ ഒരു രീതിയാണ് എനിക്കിപ്പോൾ മനസ്സിലായത്. അതായത് വലിയ വലിയ നടീനടന്മാരുടെ മക്കളൊക്കെ ആകുമ്പോഴത്തേക്കും കാണിച്ചാലും അത് അംഗീകരിക്കാതെ സപ്പോർട്ട് ചെയ്യുന്ന കുറേ എണ്ണങ്ങളുണ്ടാകും. പക്ഷെ രേണുസുധിയെ പോലുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ അവർ നാളെ ഇപ്പോൾ രേണുവാണ് ഇതുപോലെ ഒരു മോഡേൺ ലുക്കിൽ വരുന്നതെങ്കിൽ അയ്യോ തെറി പറഞ്ഞു മൂടും. അതേസമയം ഇവിടെ
മഞ്ജുപിള്ളയുടെ മകളായതുകൊണ്ട് തന്നെ പല ആൾക്കാരും ഭയങ്കര സപ്പോർട്ടാണ്. പല ആൾക്കാർക്കും ഈ ഒരു വിഷയം കൊണ്ട് മനസ്സിലായി, നിലപാടില്ല എന്ന് മനസ്സിലായി കേട്ടോ. കാരണം ഞാൻ ഇപ്പോഴും പറയുന്നു, ഷെഫീന ബീവിയുടെ പ്രതികരണം വളരെ മോശമായിരുന്നു. പക്ഷെ അവരുടെ ആ ഒരു ഉദ്ദേശം എന്തായിരുന്നു? ഇതുപോലുള്ള വസ്ത്രധാരണത്തെക്കുറിച്ചുള്ള ഒരു പ്രതികരണമായിരുന്നു. അല്ലാതെ ഞാനിപ്പോഴും പറയുന്നു, ഈ പറയുന്ന മഞ്ജുപിള്ളയുടെ മകളുടെ വസ്ത്രധാരണം വളരെ മോശമായിരുന്നു. വളരെ മോശം എന്ന് വെച്ചാൽ വളരെ മോശം. അത് പ്രത്യേകിച്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഈ മഞ്ജുപിള്ള എന്ന് പറയുമ്പോഴത്തേക്കും അവരുടെ ആ ഒരു രീതി എങ്ങനെയാണെന്നുള്ളത് നമുക്കറിയാമല്ലേ. നമ്മൾ അവരുടെ സിനിമകളൊക്കെ കണ്ടിട്ടുണ്ട്, അവരെങ്ങനെയാണെന്നുള്ളത് അറിയാം. അപ്പോൾ അവരുടെ മകൾ ഈ ഒരു രീതിയിലായപ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യാനേ പറ്റുന്നില്ല. ഇവിടെ മഞ്ജുപിള്ളയുടെ എന്നല്ല, എത്ര വലിയ കൊമ്പത്തെ ആളുടെ മകളാണെങ്കിലും ഇമാതിരി വേഷം കെട്ട് കാണിച്ചു വന്നു കഴിഞ്ഞാൽ പ്രതികരിക്കും, അത്രയേ ഉള്ളൂ. പിന്നെ ഈ ഒരു രീതിയിൽ ഷെഫീന ബീവി പ്രതികരിച്ച രീതിയിൽ പ്രതികരിക്കുന്നത് തെറ്റ് തന്നെയാണ്, അത് തികച്ചും തെറ്റാണ്. മഞ്ജുപിള്ളയ്ക്കോ അല്ലെങ്കിൽ മകൾക്കോ പരാതി ഉണ്ടെങ്കിൽ അവരും കൊണ്ട് പരാതി കൊടുക്കട്ടെ. അവർക്ക് വേണ്ടി സംസാരിക്കാൻ എത്ര പേരാണ് കൊടിയും പിടിച്ച് ഇറങ്ങിയിരിക്കുന്നത്. വേറെ എന്തൊക്കെ കാര്യങ്ങൾ ഈ സമൂഹത്തിൽ നടക്കുന്നു, അതിനെക്കുറിച്ചൊന്നും ആർക്കും ഒന്നും സംസാരിക്കേണ്ട. പകരം ഷെഫീന ബീവി പറഞ്ഞതും പൊക്കി പിടിച്ചുകൊണ്ട് വന്ന് കുറേ എണ്ണങ്ങൾ. കാരണം ഇതിനെ പ്രതികരിച്ച് ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിലൊക്കെ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ, അതായത് ഷെഫീന ബീവിക്കെതിരെ സംസാരിച്ച് ഇവരെ സപ്പോർട്ട് ചെയ്ത് മഞ്ജുപിള്ളയെയും മകളെയും സപ്പോർട്ട് ചെയ്ത് വീഡിയോ ഇട്ടാൽ അവർ തന്നെ വന്ന് കമൻ്റ് ഇടും. അതായത് മഞ്ജുപിള്ള തന്നെ വന്ന്, ഞാൻ പല വീഡിയോയും കണ്ടു ഈ ഷെഫീന ബീവിക്കെതിരെ പ്രതികരിക്കുന്ന വീഡിയോസിനൊക്കെ ഈ മഞ്ജുപിള്ള വന്ന് ലൈക്ക് ചെയ്തിരിക്കുന്നത് ഞാൻ കണ്ടു. അതിന് വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു. മക്കൾ എന്ത് തെറ്റ് ചെയ്താലും അത് തെറ്റല്ല, മാതാപിതാക്കളുടെ കണ്ണിൽ അത് തെറ്റല്ല അല്ലേ. കാലം മാറിയില്ലേ. അപ്പോൾ പിന്നെ ഇനിയിപ്പോൾ നാളെ തുണി ഇല്ലാതെ പബ്ലിക്കിലേക്ക് ഇറങ്ങിയാലും ആരും ഒന്നും പറയാൻ പാടില്ല. ഇത് 2026 അല്ലേ. പല പെമ്പിള്ളേരും ഇതിനെതിരെ പ്രതികരിച്ചപ്പോൾ പറഞ്ഞൊരു വാക്കാണ്, ഇത് 2026 അല്ലേ, ഇത് കാലമൊക്കെ മാറി. അപ്പോൾ കാലം മാറുന്നതനുസരിച്ച് കോലവും മാറണം. എന്താ ഇതിനൊക്കെ പറയണ്ടേ? സത്യസന്ധമായിട്ട് പറയണം. ഇത് കാണുന്ന നിങ്ങൾക്ക് എന്തു തോന്നുന്നു? ഇവിടെ ഷെഫീന ബീവിയുടെ പ്രതികരണം തെറ്റായിരുന്നു എങ്കിൽ പോലും അവർ പറഞ്ഞത് ശരിയല്ലേ. ആ പെങ്കുച്ചിൻ്റെ വസ്ത്രധാരണം വളരെ മോശമല്ലായിരുന്നു, അതിനെക്കുറിച്ചല്ലേ അവർ പ്രതികരിച്ചത്. പക്ഷെ ഇപ്പോൾ പറഞ്ഞു വന്നപ്പോൾ ഷെഫീന ബീവി വലിയ ഒരു രാജ്യദ്രോഹം ചെയ്ത കുറ്റവാളിയെ പോലെയാണ് പല ആൾക്കാരും അവർക്കെതിരെ സംസാരിക്കുന്നത്. ഈ ഷെഫീന ബീവിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഈ മഞ്ജുപിള്ളയുടെ മകൾക്കെതിരായിട്ട് വന്ന കുറച്ച് കമൻറ്റുകൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ.